ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇതുപോലെ ഇരിക്കുന്ന നമുക്ക് വേണ്ടാതെ കളയാനായിട്ട് വെച്ചിട്ടിരുന്ന ഷർട്ടാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു പുതിയ ഷർട്ടാക്കി മാറ്റാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ഇരിക്കുന്ന ഷർട്ടിനെ നമ്മൾ നന്നായിട്ട് കളറൊക്കെ മുക്കി നല്ല പുതിയ ഷർട്ടാക്കി മാറ്റാം. ഇത് എൻ്റെ ഒരു പാൻറ്റാണ് കേട്ടോ, പുതിയ പാൻറ്റാണ്. അത് വേറൊരു ഷർട്ടിൻ്റെ കളറൊക്കെ ഇല്ലാണ്ടായി. അപ്പോൾ അതും നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടത് കുറച്ച് ചൂടുവെള്ളം വേണം. വെള്ളം ചൂടാക്കിയിട്ട് 2 ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 കളർ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ജീൻസ് ബ്ലൂവും ഒരു ബേബി പിങ്കും. കാരണം പിങ്ക് കളർ ഒരു ഷർട്ട് കൂടിയുണ്ട്, അപ്പോൾ അതും ഇതുമായിട്ട് മുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിനെ മുക്കി കലക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ പിങ്ക് കളർ ഷർട്ട് അതിലോട്ട് മുക്കി വയ്ക്കുകയാണ്. ഇതത്ര വലിയ കളറൊന്നും പോയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ നരച്ചിട്ടുണ്ട്. അതങ്ങ് മുക്കി വെച്ചതിന് ശേഷം മറ്റേ ഷർട്ട് മുക്കാം. സംഭവം ഇട്ടപ്പോൾ തന്നെ ഒരു ഏകദേശം സെറ്റായിട്ടുണ്ട്, കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു 10-20 മിനിറ്റ് മുക്കി വെക്കണം കേട്ടോ. ഈ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെക്കണം. ഇപ്പോൾ തന്നെ ഷർട്ട് കാണാൻ ലുക്കൊക്കെ ആയി. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുക്കി. ഇതെൻ്റെ പാൻറ്റും കൂടി നന്നായിട്ട് മുക്കി വയ്ക്കാം. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കളറൊന്നും പോകത്തില്ല കേട്ടോ. ഫസ്റ്റ് വാഷിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഫസ്റ്റ് വാഷ് ചെയ്തില്ലേ, അപ്പോഴും കുറച്ച് പോവും. പിന്നെ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിന് മുന്നേ മുക്കി നോക്കിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് അത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് ഡൈഫിക്സ് ഫാബ്രിക് കെയർ സൊല്യൂഷനാണ് ഇത്. നമ്മൾ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തുണിയില്ലേ, അത് ഇതിലോട്ട് ഇടണം. ഇട്ട് ഒരു 10-15 മിനിറ്റ് അതും വെച്ചിരിക്കണം. പിന്നെ ഞാൻ ഈ കളർ മേടിച്ചത് മീഷോയിൽ നിന്നാണ്. 179 രൂപയ്ക്ക് എനിക്ക് 4 കളർ കിട്ടി. അതിൻ്റെ കൂടെ 4 ഡൈഫിക്സും കിട്ടിയിട്ടുണ്ട്. ഒരു ബേബി പിങ്കും ഗ്രീന്, പിന്നെ ഒരു റെഡ്, ഒരു യെല്ലോ. ഈ 4 കളറാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ മുക്കി നമ്മൾ ഇതാക്കി വെച്ചിട്ട് കളറൊന്നും വെള്ളത്തിലായിട്ടില്ല, ഒരല്പം മാത്രമായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വിരിച്ചത്. നോക്കിയേ, തറയിലൊന്നും തന്നെ ഒരു തുള്ളി കളർ പോലും ആയിട്ടില്ല. നമ്മൾ സാധാരണ നോർമൽ വെള്ളം പോലെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ആ ഷർട്ട് ഈ പരുവായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉണങ്ങി കൈ കിട്ടിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. നമ്മൾ ആ മുക്കിയ സമയത്തുള്ള ഷർട്ടേ അല്ല, ഒരുപാട് മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേണ്ടാതെ വെച്ചിരിക്കുന്ന ഇതുപോലെ കളറൊക്കെ ആയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന ഷർട്ടുകളുണ്ടെങ്കിലോ ഷർട്ടോ പാൻറ്റോ എന്തായാലും കുഴപ്പമില്ല, ഇതുപോലെ കളർ മേടിച്ച് മുക്കി നോക്കാം. അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ പാൻറ്റ് എനിക്ക് ഇടാൻ പറ്റുമെന്നോട് ഇങ്ങനെ വിചാരിച്ചതല്ല. അങ്ങനെ എൻ്റെ വേണ്ടാതെ കളയാൻ വെച്ചിരുന്ന എൻ്റെ 3 ഷർട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കളയാതെ യൂസ് ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.